ഇഷ്ടമുള്ള നേരത്തെ എങ്ങനെയായിരുന്നോ കൊടുത്തിരുന്നത് ആ രീതിയിലുള്ള വകുപ്പുകൾ കൊടുത്ത് ഘടക കക്ഷികളെ സംതൃപ്തരാക്കി മുന്നോട്ട് പോയില്ലെങ്കിൽ, അതായത് വി.ഡി. സതീശനോട് കോൺഗ്രസിന് ചില ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് വൈരാഗ്യമുണ്ട്. എങ്ങനെയെങ്കിലും UDF-നെ തകർക്കുക, കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളതാണ്. ഇവനല്ല എന്ന് പറഞ്ഞാൽ BJP-യുടെയും RSS-കാരുടെ അച്ചാരം വാങ്ങി ഇറങ്ങിയിരിക്കുകയാണ്. ഈ UDF-നെ തകർത്ത് കഴിഞ്ഞാൽ അതിന്റെ വളർച്ച എന്ന് പറയുന്നത്, അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് RSS-കാരും BJP-കാരുമാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്നാണ് ബുദ്ധിയുള്ള, വിവേകമുള്ള ഒരു ക്യാപ്റ്റൻ, ടീമിന്റെ ക്യാപ്റ്റനായ വി.ഡി. സതീശനോട് എനിക്ക് പറയാനുള്ളത്. ഞങ്ങളെല്ലാം കോൺഗ്രസ്സുകാരാണ്, പഴയ കോൺഗ്രസ്സുകാരാണ്. ഞങ്ങൾക്ക് അധികാരങ്ങളൊന്നും വേണ്ട, ഞങ്ങൾക്ക് അധികാരത്തിന്റെ അംശങ്ങളും വേണ്ട. ഞങ്ങൾ അധ്വാനിച്ച് ഞങ്ങൾ ജീവിക്കുന്നു, കുടുംബം പുലർത്തുന്നു. പക്ഷേ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും തകർന്ന് തരിപ്പണമായി. ഇവിടെ കേരളത്തിൽ അത് തകർന്ന് തരിപ്പണമാകുന്നത്, അതിനെയും കൂടെ തകർപ്പണമാക്കണം. എങ്കിലേ ചിലർക്ക് പിന്നെ ഉറക്കം കിട്ടുള്ളൂ. മഹാരാഷ്ട്രയിൽ നമ്മൾ കണ്ടു, മധ്യപ്രദേശിൽ കണ്ടു, രാജസ്ഥാനിൽ കണ്ടു, ഹരിയാനയിൽ കണ്ടു, ഡൽഹിയിലും കണ്ടു. ഇനി ഇവിടെ വേണ്ടത്, അവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കേരളം കൂടെയാണ്. അപ്പോൾ അത് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചില്ലെങ്കിൽ ആരുടെയും അഭിപ്രായം കേൾക്കേണ്ട കാര്യമില്ല. വി.ഡി. സതീശൻ എടുക്കുന്ന തീരുമാനം എന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ ശക്തമായിട്ട് പറയണം, നിങ്ങൾക്ക് UDF മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ മുഖ്യമന്ത്രിയായിട്ടിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് ഈ സ്ഥാനമേ വേണ്ടെന്ന് പറഞ്ഞ് വലിച്ചെറിയണം. അങ്ങനെ പറയാനുള്ള ആർജവം വി.ഡി. സതീശൻ കാണിച്ചില്ലെങ്കിൽ ഇവർ തലയിൽ കയറിയിരുന്ന് നിരങ്ങും. ഏത് സഭയായിരുന്നാലും ശരി, ഏത് RSS-കാരനും കെ മുരളീധരൻ അല്ല വി മുരളീധരനും ഈ ശശികലയും പിന്നെ ബാക്കി രാജീവ് ചന്ദ്രശേഖരനും യുവമാരാണ് തീരുമാനിക്കുന്നത്. മുസ്ലിം ലീഗ്, അതായത് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് UDF-ന്റെ ഘടകകക്ഷിയിൽപ്പെട്ട നെടുംതൂണായ ഒരു പാർട്ടിയാണ്. ആ പാർട്ടി 10 വർഷമായി UDF-ൽ ഒപ്പം നിൽക്കുകയാണ്. 10 വർഷമല്ല, എത്രയോ വർഷങ്ങളായി നിൽക്കുന്നു. ഈ കഴിഞ്ഞ 10 വർഷവും പല ഓഫറുകളും പല ഭാഗത്തു നിന്ന് വന്നിട്ട് പോയിട്ടില്ല. അപ്പോൾ അവർക്ക് ഏതൊക്കെ വകുപ്പുകൾ കൊടുക്കണമെന്ന് തീരുമാനിക്കേണ്ടത് അവരല്ല. അത് ആദ്യം മനസ്സിലാക്കണം. അവർക്ക് കൊടുത്ത് എന്താണ്, മുസ്ലിം ലീഗ് ഈ രാജ്യം ഭരിച്ചിട്ടില്ലേ, ഈ പിന്നെ കേരള സംസ്ഥാനത്ത് ഭരണത്തിലിരുന്നിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിപൂർവം നയചാതുരിയോടുകൂടി, അതായത് മനുഷ്യനെടുക്കുന്ന തീരുമാനങ്ങൾക്ക് അതിനപ്പുറം ആരെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ അവനെ വെട്ടി മൂലയ്ക്കിരുത്തണം, അതിനുള്ള കഴിവുണ്ടാവണം. അത് നേരത്തെ ഉണ്ടായിരുന്ന പ്രതിപക്ഷത്തിരുന്നപ്പോഴുള്ള ആ പ്രകടനം ഇപ്പോഴും ഉണ്ടാകണം. അത് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ അവര് എല്ലാ ഘടകകക്ഷികളെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിച്ചില്ലെങ്കിൽ ഈ UDF തകരും. ഇനി അതായത് പണ്ട് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് പല ഭാഗത്തും UDF പല രീതിയിലായിരുന്നു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലായിരുന്നാലും ബാക്കിയുള്ള തെരഞ്ഞെടുപ്പ്